എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി വീഡിയോ ആയിട്ട് വന്നിട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിച്ചത്. മെസ്സിയുടെ ആരാധകനായിരുന്ന എനിക്ക് വളരെ സന്തോഷത്തോടെ ഖത്തർ ലോകകപ്പ് അവസാനിച്ചതിൽ ഇപ്പോഴും ഒരു ഹാങ് ഓവറുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. യൂറോ 2024 ഇന്നലെ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ തന്നെ കോപ്പ അമേരിക്ക തുടങ്ങും. അപ്പോൾ നമുക്കൊന്ന് ഉഷാറാക്കണ്ടേ? അപ്പോൾ ഇന്ന് ജർമ്മനിയും സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരമാണെന്ന് രാവിലെ ഞാൻ കണ്ടത്. നല്ല മത്സരമായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരമായിരുന്നു. ഏകപക്ഷീയമായിട്ട് ജർമ്മനി 5-1 മത്സരം ജയിക്കുകയുണ്ടായി. അധികായന്മാരൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്വിറ്റ്സർലൻഡിൻ്റെ കളിയുണ്ട്, അതിനുശേഷം സ്പെയിൻ ഉണ്ട്, പിന്നെ ഇറ്റലി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് ഈ തവണ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ റിമൈൻഡറായിട്ട് വെച്ചിട്ട് നിങ്ങൾ നോക്കണം. എൻ്റെ മനസ്സ് പറയുന്നത് ഇംഗ്ലണ്ടും പോർച്ചുഗലും സൂപ്പർ ടീമുകളാണ്. ഇംഗ്ലണ്ടിന് നിർഭാഗ്യമുള്ള ടീമാണെങ്കിൽ പോലും അവരുടെ മിഡ്ഫീൽഡും ഫോർവേഡും സ്ട്രൈക്കറും എല്ലാം ലോക നിലവാരത്തിൽ ഏത് ടീമിലും കളിക്കാൻ യോഗ്യരായ കളിക്കാരാണ്. ബാക്ക് ലൈനാണ് അല്പമെങ്കിലും വീക്കായിട്ടുള്ളത്. അതുപോലെ പോർച്ചുഗലിൻ്റെ 11 പൊസിഷനും നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം നല്ല ഡെപ്തുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ട് ലോകത്തിലെ അടിപൊളി ക്ലബ്ബുകൾക്ക് കളിക്കുന്ന പ്ലേയേഴ്സുള്ള ടീമാണ്. ഈ രണ്ട് ടീമിനെയാണ് ഞാൻ ബാക്കപ്പ് ചെയ്യുന്നത്. തുടക്കത്തിൽ അത് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായ്മ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ യൂറോ 2024 കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ചോദിക്കാൻ കാരണം സാധാരണ ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ 24 ടീമുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ടീമുകൾ അല്പം നിലവാരം കുറഞ്ഞ ടീമുകളുടെ മത്സരങ്ങൾ നമ്മൾ ആദ്യ റൗണ്ടുകളിലൊക്കെ കാണേണ്ടി വരും. ക്ഷമയോടെ അതെല്ലാം കാണണം. എന്തായാലും ഫുട്ബോളിൻ്റെ ഉത്സവത്തിന് ആരംഭമായി. ലോകകപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നാളൊരു ബ്രേക്കായിരുന്നു. ഇതാ യൂറോ 24 അതോടൊപ്പം കോപ്പ അമേരിക്കയും ഏകദേശം ഒരേ സമയത്ത് തന്നെ കിക്ക് ഓഫ് ചെയ്യാണ്. യൂറോ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. കോപ്പ അമേരിക്ക അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് പല വീഡിയോകളെക്കുറിച്ച് ആയിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോകകപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോഴെല്ലാം നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും അതുപോലെയൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു.